Hello everyone, my name is Arun. So, ഞാൻ ഇന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ജാപ്പിനെ പറ്റിയായിരിക്കും. എനിക്കറിയാം നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ജാപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ജോബ് ഐഡിയ എന്താണെന്ന് അറിയാം. പക്ഷെ ഇത് കേൾക്കാത്ത കുറച്ച് പേരുണ്ടാവും. ഞാൻ അവർക്ക് വേണ്ടി ജാപ്പ് എന്താന്ന് പറയാം. ജാപ്പ് എന്ന് പറഞ്ഞൊരു ജോബ് ആക്സിലറേഷൻ പ്രോഗ്രാം ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോബിന് വേണ്ടി ആ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ആ ജോബിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ആ ജോബിനെ പറ്റി നല്ലോണം അറിയാവുന്ന ഒരാളെ ആ ഇന്റർവ്യൂവർ അല്ല ആ കമ്പനി എന്തായാലും എടുക്കും. ഇതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ. സോ ഞാൻ നിങ്ങൾക്ക് അതിന് നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ ജാപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ എന്തായാലും വേണം. ഒന്ന് ജോബ് ഐ ഡി, രണ്ട് നിങ്ങൾ അവോധയുള്ള ഒരു സ്റ്റുഡന്റ് ആയിരിക്കും. സോ രണ്ട് കാര്യങ്ങൾ വേണം, സോറി. ഒന്ന് ജോബ് ഐ ഡി, രണ്ട് നിങ്ങൾ അവോധയുള്ള സ്റ്റുഡന്റ് ആയിരിക്കും. സോ അവോധയിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസോ അവോധയുടെ കോഴ്സ് കംപ്ലീറ്റഡ് ആയ സ്റ്റുഡൻസോ അവോധയിൽ നിന്ന് പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിനോ അവർക്ക് ജാപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ ജാപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു ജോബ് ഐ ഡി വേണം. സോ ഈ ജോബ് ഐ ഡി എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് വിളിച്ച് ജോബ് ഐ ഡി നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. നിങ്ങളുടെ കറസ്പോണ്ടിങ് ലൈവ് സെഷനിൽ നിങ്ങൾക്ക് ജോബ് ഐ ഡി ചോദിക്കാം. ഇതല്ലാതെ നിങ്ങൾക്ക് എനിക്ക് സൂട്ടബിൾ ആവുന്ന ജോബ്, എനിക്കിപ്പം എന്റെ നാട്ടിൽ തന്നെ ജോബ് വേണമെന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് എനിക്ക് വേണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാനൊരു ഷീറ്റ് തരാം. ഈ ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ജോബ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നിങ്ങൾ ഷീറ്റ് നോക്കുക. ഈ ഷീറ്റ് ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻറ്റേജ്, ഈ ഷീറ്റ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള ലോട്ടറിയുടെ റിസൾട്ട് നോക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ട് കൊണ്ടൊരു ജോബ് ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ. സോ വലിയ നിങ്ങളെല്ലാവരും ആമസോണിൽ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കാണുന്നവരാണ്. എല്ലാവർക്കും കറസ്പോണ്ടിങ് കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്യാൻ അറിയാലോ. സോ ഞാനിപ്പോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻ്റാണ്. എന്റെ ജോബ് ഐ ഡി എനിക്ക് കണ്ടുപിടിക്കണം. സോ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡന്റ് ആണ്. എന്റെ കോഴ്സ് ആണ് ഞാൻ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ സെർച്ച് ചെയ്യേണ്ടത്. ഇവിടെ ഒരുപാട് ഡേറ്റ ഫീൽഡ്സ് നിങ്ങൾക്ക് കാണാം. ജോബ് നെയിം, കമ്പനി ലൊക്കേഷൻ, ടാർഗറ്റ് കോഴ്സ്, ലാംഗ്വേജ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എക്സെട്ര. പിന്നെ ബാക്കിയുള്ള ഫീൽഡ്സ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൽ വരുന്നുണ്ട് പ്രിഫേർഡ് കാൻഡിഡേറ്റ് ലൊക്കേഷൻ, നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ, അത് ഏത് കാറ്റഗറി ആണെന്ന് വരുന്നുണ്ട്, ജോബ് ടൈപ്പ് വരുന്നുണ്ട്, ജോബ് മോഡ് വരുന്നുണ്ട്, വേക്കൻസി ഡ്യൂ ഡേറ്റ് വരുന്നുണ്ട്. അതിന്റെ ഗുണം, വേക്കൻസി ഡ്യൂ ഡേറ്റിന്റെ ഒക്കെ ഗുണം എനിക്ക് അത് എത്ര നാൾ മുമ്പ് അപ്ലൈ ചെയ്യാം എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. സോ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, ജസ്റ്റ് നമുക്ക് സംഭവം കണ്ടുപിടിക്കാൻ തുടങ്ങാം. സോ നേരത്തെ പറഞ്ഞ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡന്റ് ആണ്. എനിക്ക് ജോബ് ഐ ഡി വേണം. ഇതാണ് എന്റെ ഇന്റൻഷൻ. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യാം, നമ്മൾ ആമസോണിലൊക്കെ ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന പോലെ ഇവിടെ ഒരു സെർച്ച് ബാർ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ബാർ കാണാൻ മേല. ഈ സെർച്ച് ബാർ വരുന്നത് വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ കീബോർഡിൽ കൺട്രോൾ എഫ് അടിക്കുക. കണ്ട അവസാനം. സോ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെർച്ച് ചെയ്യാം. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ സെർച്ച് ചെയ്തു. സോ നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് കിട്ടി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇവിടെ 14 കണ്ടോ, 14 ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയ ജോബുകൾ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? ഞാൻ ആദ്യത്തെ ജോബ് എടുത്തു, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ മൂന്നാമത്തെ റോയിൽ കിടക്കുന്നതാണ് എന്റെ ജോബ് ആദ്യത്തെ. ഇതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാൻ വായിച്ചു നോക്കുന്നു. കണ്ടോ, ഒരു അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്, 6 months ഡ്യൂറേഷൻ ആണ്, ഓൾ കേരള ബേസിൽ വരുന്ന ഇന്റേൺഷിപ്പ് ആണ്, വർക്ക് അറ്റ് ഓഫീസാണ് ഉള്ളത്. ഓക്കെ. അവര് പ്രിഫേർഡ് കാൻഡിഡേറ്റിന്റെ ലൊക്കേഷൻ പറയുന്നില്ല. പിന്നെ കമ്പനി ലൊക്കേഷൻ എറണാകുളം. ഞാൻ എറണാകുളത്തുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് എറണാകുളത്ത് തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പുറത്ത് ഒരു ജോലിയാണ് വേണ്ടത്. എനിക്ക് ബാംഗ്ലൂരിൽ ജോലി, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് മാറി എവിടെയെങ്കിലും ഞാൻ ജോലി നോക്കുന്നത്. സോ ആ ജോലിക്ക് എനിക്ക് താല്പര്യമില്ല. അതല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, അവസാനം നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും നല്ല ജോലി കിട്ടുവാണെങ്കിൽ നോക്കിട്ട് പറയാം. അതിന്റെ ജോബ് ഐ ഡി എത്രയായിരുന്നു? അതിന്റെ ജോബ് ഐ ഡി വളരെ എളുപ്പമാണ്, 505 എന്ന് പറഞ്ഞ ജോബ് ഐ ഡി എനിക്ക് താല്പര്യമില്ല. ഇനി വേറെ നോക്കിയിട്ട് എനിക്ക് വേറെ ജോബ് ഒന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ 505 തന്നെ എടുക്കും. അടുത്തത് 3 കഴിഞ്ഞു, ഉണ്ടോ ഇവിടെ നമ്പർ മാറി 2, ഇവിടെ 12. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മലയാളം. അടുത്ത എന്റെ കോഴ്സിന്റെ തന്നെ അടുത്ത റിലേറ്റഡ് ജോബ് ഐ ഡി കിട്ടി. കമ്പനി ലൊക്കേഷൻ മലപ്പുറത്താണ്. മലപ്പുറം എനിക്ക് ദൂരത്ത് പോയി പഠിക്കാൻ ഇഷ്ടമുണ്ടോ നോക്കാം. മലപ്പുറത്ത് ആണ് കമ്പനി ലൊക്കേഷൻ. പ്രിഫേർഡ് കാൻഡിഡേറ്റ് ലൊക്കേഷൻ മലപ്പുറം. അവർ മലപ്പുറത്ത് തന്നെ ആൾക്കാരെ നോക്കുന്നുള്ളൂ.
സോ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാനതങ്ങ് വിട്ടു. അടുത്ത ജോബ് ഐ ഡി ഞാൻ എടുത്തു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റേൺ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മലയാളം ഇതാണല്ലോ 16. ഓക്കെ, ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു. ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാൻ വായിച്ചു. എനിക്ക് ഇവിടെ വായിക്കാൻ പറ്റുമോ? നല്ല ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊള്ളാം. കാൻഡിഡേറ്റ് ലൊക്കേഷൻ പ്രിഫർഡ് എനി അവിടെ കണ്ടോ എനി എന്ന് വെച്ചാൽ, പക്ഷെ അത് എറണാകുളത്താ. അത് പെയ്ഡ് ആണ്. എനിക്ക് എമൗണ്ട് ഇൻസെന്റീവ്സ് ഇങ്ങോട്ട് കിട്ടും. വർക്ക് അറ്റ് ഓഫീസിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. നല്ല ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. എറണാകുളത്ത് തന്നെയാണ്. കുഴപ്പമില്ല, കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഓക്കെ, ഞാൻ അതവിടെ വെച്ചു. അപ്പൊ അതിന്റെ ജോബ് ഐ ഡി ഞാൻ നോക്കട്ടെ. എന്റെ ജോബ് ഐ ഡി 563 അല്ലേ? നോക്കുക, ഇത്രേ ഉള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്റെ കോഴ്സ്, അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാൻ കണ്ടു, പിന്നെ എന്റെ ജോബ് ഐ ഡി ഞാൻ നോട്ട് ചെയ്തു. 563 അതന്നെ. അപ്പൊ ഞാൻ ഈ 563 നോട്ട് ചെയ്തോട്ടെ. ഓക്കെ, 563 നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഒന്നും എനിക്ക് ജോബ് ഐ ഡി ഞാൻ താഴത്തോട്ട് നോക്കിയിട്ട് ഇല്ല എങ്കിലും മാത്രമേ ഞാൻ 563 തന്നെ ചൂസ് ചെയ്യുള്ളൂ. കാരണം നല്ലൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉള്ള ജോബ് ഐ ഡി ആണ്. 016 തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത ജോബ് ഐ ഡി 33 ഒരു ജോബ് ഐ ഡി ഉണ്ട്, ജോബ് ഉണ്ട്. പ്രിഫർഡ് കാൻഡിഡേറ്റ് ലൊക്കേഷൻ എറണാകുളം, അതും എറണാകുളത്ത് തന്നെയാണ്. അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അതിന്റെ കോപ്പി റൈറ്റിംഗ് ആൻഡ് കണ്ടന്റ് റൈറ്റർ. ഓക്കെ, നോക്കാം. അത്രയും മോശമല്ലാത്തൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക്. അപ്പൊ ഞാൻ എന്തായാലും അത് ചൂസ് ചെയ്യും. 582 ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, അല്ല ജോബ് ഐ ഡി. സോ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 582. ദെൻ നിങ്ങൾ നോക്കുക, അടുത്ത ഒരു ഒരെണ്ണം വരുന്നത് 35ലാണ്, 35ാമത്തെ റോലാണ്. അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാൻ നോക്കുന്നു. സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ്, കണ്ണാടി മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ. SE ഒന്നുമില്ല, അപ്പൊ അത്ര ഡെപ്തുള്ള ജോബ് ആയിരിക്കും. എന്നാലും 586 ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തൊരു ജോബ് ഐ ഡി എടുത്ത്, അത് 41 ഒരു ജോബ് എടുത്തു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, എറണാകുളം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിലും വളരെ ഓരോന്നോരോന്ന് വെച്ച് നിങ്ങൾ താഴോട്ട് നോക്കി പോകണ്ട. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പൊ നിങ്ങൾ ദൂര സ്ഥലത്താണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നോക്കുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് എവിടെയാണ് ഉള്ളത്. കണ്ടോ, എറണാകുളം ലൊക്കേഷൻസിലാണ് കൂടുതലും വന്നിരിക്കുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ജോബ് കണ്ടെത്താം, അതിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ അത് പഠിക്കാം. ഓക്കെ, ദെൻ ഒരെണ്ണം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എങ്കിൽ പ്രശ്നം. നമ്മൾ അതർ സ്റ്റേറ്റ് പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ബാംഗ്ലൂർ ആണ് നിങ്ങളുടെ സ്ഥലം അല്ലെ? നിങ്ങൾ ബാംഗ്ലൂർ ഒരു ഓക്കെ, മെഡിക്കൽ കോഡിംഗ് ബാംഗ്ലൂർ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിക്ട് സെർച്ച് ചെയ്യണം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കണ്ടുകൊണ്ടല്ല ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. മെഡിക്കൽ കോഡിംഗ് ബാംഗ്ലൂർ, ഇവിടെ മെഡിക്കൽ കോഡിംഗ് ആണ് സംബന്ധിച്ച് ബാംഗ്ലൂർ ആണ് നോക്കുന്നത്. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാൻ വായിച്ചു നോക്കി, എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആണെന്നുള്ളത്. അതിന്റെ ജോബ് ഐ ഡി നോട്ട് ചെയ്ത് വെച്ചിട്ട് നേരെ ജോബ് സെക്ഷനിൽ കയറുക. സോ ഞാൻ ബാക്കി നമ്മൾ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാനിപ്പോൾ ലിസ്റ്റ് ഓഫ് ജോബ് ഐ ഡീസ് നോട്ട് ചെയ്ത് വെച്ചു. ഏതാ? ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ജോബ് ഐ ഡീസ് ഉണ്ട്. ജോബ് എവിടെയൊക്കെയാണെന്നുള്ളതും എനിക്ക് താല്പര്യമുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ ഇത്ര ജോബ് ഐ ഡീസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? 563 ജോബ് ഐ ഡീസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ജോബ് ഐ ഡീസ് ആയിട്ട് നിങ്ങൾ എവിടെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാട്ടിത്തരാം. നിങ്ങളൊരു ടാബിൽ പോവാ, ജസ്റ്റ് ഗോ ടു avodha.com. avodha.com പോയിട്ട് ഇവിടെ കണ്ടോ JAP, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അവിടെ നിന്ന് കേട്ടോ. സോ JAP-ൽ നിങ്ങളുടെ സെഷൻ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പഠിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്റെ ജോബ് ഐ ഡി എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കാണ്. സോ 9 മണിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പോ 9 മണിക്ക്, നൈറ്റ് 9 മണിക്ക് എന്തായാലും ഈ ജോബ് ഐ ഡി ആയിട്ട് ആ സെഷനിൽ കയറും. ട്യൂട്ടർ അപ്പൊ എൻ്റെ അടുത്ത് ജോബ് ഐ ഡി ചോദിക്കും. ഞാൻ ആ ജോബ് ഐ ഡി ട്യൂട്ടറിന്റെ അടുത്ത് പറയും.
ട്യൂട്ടർ ആ പർട്ടിക്കുലർ ജോബ് ഐഡീസിനുള്ള ട്രെയിനിങ് എനിക്ക് തരും. സോ അത് വളരെ എളുപ്പം നിങ്ങൾക്ക് അത് കൺവിൻസ് ആകുന്ന ട്രെയിനിങ് ആണ്. സോ നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂട്ടറിന്റെ അടുത്ത് ചോദിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ടാവും. അതായത് ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒരു ഇന്റർവ്യൂ ടെസ്റ്റ് പോലെ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുള്ള ജോബ് എങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ടെസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈസിലി പാസ് ആവാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോബിൽ എൻറോൾ ആവും. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിലുള്ള ട്രെയിനിങ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് ട്യൂട്ടർ തരും. സോ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ജോബിൽ എൻറോൾ ആവും.